പിന്നീട് അച്ഛൻ ഇല്ലാത്ത വീടാണ് ഞങ്ങളുടേത്. മാജിക്കിനെ ഒരുപാട് അച്ഛൻ ആദ്യകാലങ്ങളിൽ ജാലവിദ്യാരംഗത്ത് എന്നെ കൊണ്ടുവരാൻ വേണ്ടി ആർ.കെ. മലയത്തിൻ്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോയി ചേർത്തത് അച്ഛനാണ്. അച്ഛൻ്റെ പോക്കറ്റിൽ നിന്നും പണം എടുത്തു കഴിഞ്ഞതിന് ശേഷം മോഷ്ടിച്ച് പാമ്പാട്ടിക്ക് കൊണ്ടു കൊടുത്തുപോയപ്പോൾ തിരിച്ചു വന്ന സമയത്ത് അച്ഛൻ ഒരു വാക്ക് പോലും പറയാതെ, ഒരു വഴക്ക് പോലും പറയാതെ എന്നെ ചേർത്ത് പിടിച്ചത് അച്ഛനാണ്. ഞാൻ കുട്ടിക്കാലം മുതൽ അച്ഛൻ എനിക്ക് അന്നും ഇന്നും എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ മാതൃകാ പുരുഷനായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് എൻ്റെ അച്ഛൻ. പക്ഷേ അവസാന കാലങ്ങളിൽ ഞാനും അച്ഛനും തമ്മിൽ ഒരു LLB പഠനത്തിൻ്റെ പേരിൽ, ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ, മാജിക്കിനോടുള്ള എൻ്റെ അമിതമായിട്ടുള്ള പ്രണയത്തിൻ്റെ പേരിൽ അച്ഛനുമായിട്ട് ഞാൻ പിണങ്ങേണ്ടി വന്നു. പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട്, അമ്മ പറഞ്ഞത്, മരിച്ചു കഴിഞ്ഞതിന് ശേഷം അമ്മ പറഞ്ഞു, ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്തും അച്ഛൻ പറഞ്ഞത്രേ, കുട്ടി ഇതുകൊണ്ട് രക്ഷപ്പെട്ടുള്ളൂ എന്ന് തോന്നുന്നു, മാജിക് കൊണ്ട് രക്ഷപ്പെട്ടുള്ളൂ എന്ന് തോന്നുന്നു. കാരണം അച്ഛൻ മരിക്കുന്നവരെന്നെ കുട്ടി എന്നാണ് വിളിച്ചിരുന്നത്. ആ ഒരു രക്ഷപ്പെടണം, അല്ലെങ്കിൽ മക്കൾ വലിയൊരു അവസ്ഥയിലേക്ക് എത്തണം എന്നുള്ള അച്ഛൻ്റെ ആഗ്രഹം. ഒരു പക്ഷേ എൻ്റെ അച്ഛൻ ഞാനൊരു വക്കീലായിട്ട് കാണുന്ന ഒരു വക്കീൽ കോട്ടിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷേ മാജിക്കിൻ്റെ രംഗത്ത് ഞാൻ രക്ഷപ്പെടും എന്ന് അച്ഛന് ബോധ്യം വന്നു കഴിഞ്ഞതിന് ശേഷമാണ് അച്ഛൻ ഈ ഭൂമിയിൽ നിന്ന് പോയത്. അച്ഛനില്ലാത്ത ആ വീട്ടിലായിരുന്നു പിന്നെ മാജിക്കിൻ്റെ ലോകം മുഴുവൻ, എൻ്റെ റാട്ടപ്പുരയിൽ. പക്ഷേ എൻ്റെ റാട്ടപ്പുരയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അച്ഛൻ്റെ ബോഡി സംസ്കരിച്ച ആ സ്ഥലം കാണാം. ഞാൻ അങ്ങോട്ട് നോക്കി ഒരുപാട് ആലോചിച്ചിട്ടുണ്ട് അച്ഛൻ്റെ പഴയ കാലങ്ങളെക്കുറിച്ച്, അച്ഛൻ്റെ നന്മകളെക്കുറിച്ച്. പക്ഷേ അച്ഛൻ അപ്പോഴും അവസാനം ബാക്കി വെച്ച ഒരുപാട് ചിത്രം കൂടി ഞങ്ങളുടെ മനസ്സിലുണ്ട്. അച്ഛൻ പറഞ്ഞിരുന്നു, എൻ്റെ ശവം സംസ്കരിക്കപ്പെടുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ചിത വയ്ക്കുന്ന സ്ഥലത്ത് ഒരടയാളം പോലും അവശേഷിപ്പിക്കരുത്. ഒന്നും ഇന്നും ഇല്ല, ഒരടയാളം പോലുമില്ല. അവിടെ ഒരു ശവകുടീരമില്ല, അല്ലെങ്കിൽ ഒന്നും ഇല്ല, ഒന്നും അവശേഷിപ്പിച്ചിട്ടില്ല. അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഓരോ വർഷവും എനിക്ക് വേണ്ടി നിങ്ങൾ ആചാരം ഒന്നും ചെയ്യരുത്. ഒന്നും ചെയ്തിട്ടില്ല. അച്ഛൻ്റെ പേരിൽ നാട്ടിലൊരു വായനശാല, ഒരു വിശ്വപ്രഭ വായനശാല എന്ന് പറയുന്ന ഒരു വായനശാല അച്ഛൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനോട് അനുബന്ധിച്ച് ഒരു പുസ്തകശാല അച്ഛൻ്റെ പേരിൽ ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. അതുമാത്രമാണ് അച്ഛൻ്റെ പേരിൽ അവശേഷിപ്പിച്ചിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു, മനസ്സിലുണ്ടായാൽ മതി, അല്ലാതെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യരുത് എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യങ്ങളിൽ പോലും അച്ഛൻ എന്താ പറയുക, ആ അച്ഛൻ്റെ നന്മയും അച്ഛൻ്റെ ആ ഒരുപാട് വാല്യൂസും ഞങ്ങളുടെ മുമ്പിൽ വരച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നത്, ഇത് പറയുമ്പോൾ ഓർക്കുന്നത് ഹാരി ഹുദ്നി എന്ന് പറയുന്ന മാന്ത്രികനെക്കുറിച്ചാണ്. ഹാരി ഹുദ്നി എന്ന് പറയുന്ന ജാലവിദ്യക്കാരൻ, വിശ്വവിഖ്യാതനായിട്ടുള്ള ജാലവിദ്യക്കാരൻ, രക്ഷപ്പെടൽ ജാലവിദ്യയുടെ ഉപജ്ഞാതാവാണ്. പക്ഷേ അദ്ദേഹം അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് നന്മകൾ സൂക്ഷിച്ചു വെച്ചു എന്ന് പറയുന്നത് ഏറ്റവും മഹത്തരമാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ ജാലവിദ്യകളും, സ്വന്തം അദ്ദേഹം കണ്ടുപിടിച്ച ജാലവിദ്യകൾ പോലും അടുത്ത തലമുറയ്ക്ക് വേണ്ടി അദ്ദേഹം കൈമാറി വെച്ചു എന്നുള്ളതാണ്. ഞാൻ അച്ഛൻ്റെ ഈ കാര്യം പറയുമ്പോൾ ഓർക്കുന്നത്, ഈ ഹാരി ഹുദ്നി എന്ന് പറയുന്ന മഹാമാന്ത്രികൻ ഏറ്റവും അവസാനം അദ്ദേഹത്തിൻ്റെ ബോധ്യം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി ചെയ്തു വെച്ചിരുന്നു. ആത്മാവ് എന്ന് പറയുന്നത് ഇല്ല എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത കാര്യം, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അദ്ദേഹം ചുമതലപ്പെടുത്തി, ഞാൻ മരിച്ചു കഴിഞ്ഞതിൻ്റെ 3-ാം ദിവസം നീ പത്രക്കാരെയും കൂട്ടി ഒരു പ്രത്യേക സ്ഥലത്ത് വന്നിരിക്കണം, രാത്രി 12 മണിക്ക്. ആത്മാവ് എന്നൊന്നുണ്ടെങ്കിൽ കൃത്യം 12 മണിക്ക് ഞാൻ നിന്നെ വന്ന് പേര് വിളിക്കും. വന്നില്ലെങ്കിൽ ആത്മാവ് ഇല്ല എന്നുള്ളത് നീ ഈ ലോകത്തോട് പറയണം. ഇതാണ് ആ ഒരു അതിനുവേണ്ടി പോലും ജീവിതത്തിൻ്റെ അവസാന ഘട്ടം പോലും ഹൗഡിനി എന്ന് പറയുന്ന മഹാമാന്ത്രികൻ ആ നന്മ, അല്ലെങ്കിൽ ആ സത്യം ബോധ്യപ്പെടുന്നതിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് പറയുന്നതാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യം. ഞാൻ ഈ ഒരു കാലഘട്ടത്താണ് ഞാൻ ഹൗദിനി എന്ന് പറയുന്ന മഹാമാന്ത്രികൻ്റെ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയത്. ഹൗഡിനിയെക്കുറിച്ചുള്ള ഒരുപാട് പുസ്തകങ്ങൾ എൻ്റെ കയ്യിൽ കിട്ടി. സീക്രട്സ് ഓഫ് ഹുദിനി എന്ന് പറയുന്ന പുസ്തകം. അതിനകത്ത് ഫയർ എസ്കേപ്പ് ആക്ട് എന്ന് പറയുന്ന ജാലവിദ്യ, ഈ ഫയർ എസ്കേപ്പ് ആക്ട് ന്യൂയോർക്കിൽ ഒരു തവണ മാത്രം ഹൗദിനി അവതരിപ്പിച്ച ജാലവിദ്യ. ആ ജാലവിദ്യ പഠിക്കാൻ വേണ്ടി റാട്ടപ്പുരയിലുള്ള ഒരു മരത്തിൻ്റെ ഉത്തരം എന്ന് ഞങ്ങൾ വിളിക്കുന്ന അതിൻ്റെ മുകളിൽ തലകീഴായി എന്നെ കെട്ടിത്തൂക്കിയിട്ട്, ചങ്ങലകളും എല്ലാം കൂടിയായി കഴിഞ്ഞതിന് ശേഷം കെട്ടിത്തൂക്കിയിട്ട് ആ ഒരു കാലം ഞാൻ ഓർക്കുന്നുണ്ട്. അത് നിരന്തരമായ പരിശീലനമായിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഹൗദിനിയുടെ പുസ്തകത്തിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, യു വർക്ക് ഹാർഡ്, യു വിൽ ഗെറ്റ് ദ റിസൾട്ട്. അതുകൊണ്ട് ആദ്യം ജാലവിദ്യ അവതരിപ്പിക്കുന്ന സമയത്ത് 2 മണിക്കൂറും 3 മണിക്കൂറും പൂട്ടുകളും ചങ്ങലകളും അഴിക്കാനും എടുത്തിരുന്നതിനെ ചുരുക്കി നിരന്തരമായ പരിശീലനത്തിലൂടെ 1 മിനിറ്റ് കൊണ്ട് ലോക്കുകളും ചങ്ങലകളും അഴിക്കാവുന്ന ഒരു പരുവത്തിലേക്ക് സ്വയം മാറിയെടുക്കാവുന്ന ഒരു സിദ്ധിയിലേക്ക് നമ്മൾ നിരന്തരമായ പരിശീലനത്തിലൂടെ 1-2 വർഷങ്ങളുടെ പരിശീലനത്തിലൂടെ എടുക്കുകയായിരുന്നു. അത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. കാരണം ഹൗദിനിയുടെ ജാലവിദ്യ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വേദിയിൽ അവതരിപ്പിക്കണമെന്നുള്ള സ്വപ്നം. ഇതിനിടയ്ക്ക് 1994 ഞാൻ വിവാഹിതനായി. കവിത എൻ്റെ ജീവിത സഖിയായി വന്നു. ഒരുപാട് കവിതയെക്കുറിച്ച് എനിക്ക് ഒരുപാട് പറയാനുണ്ട്. കാരണം ഒരു ഭർത്താവ് ഭാര്യയെക്കുറിച്ച് ഒരുപാട് നന്മകൾ പറയുന്നത് അങ്ങനെ പറയേണ്ട കാര്യമില്ല. കാരണം ഭർത്താവും ഭാര്യയും ജീവിക്കുന്ന സമയത്ത് ഒരുപാട് നന്മകൾ വേണം.
ഞാൻ കവിതയുമായിട്ടുള്ള ബന്ധം, വിവാഹം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഘട്ടം ഒന്നുമായിരുന്നില്ല, ഒരു വലിയൊരു സംഭവം ഒന്നുമായിരുന്നില്ല. ഒരു പെരിന്തൽമണ്ണയിൽ ഷോയ്ക്ക് പോകുന്ന സമയത്ത് മേലാറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി അമ്മയും ഏട്ടനും എല്ലാം കൂടി ഞാൻ മേലാറ്റൂർ പോയി കവിതയെ കണ്ടു. ഞാൻ പറഞ്ഞു ഓക്കെ. അതിനുശേഷം നേരെ ഷോയ്ക്ക് പോയി. അന്ന് കവിത പ്രോഗ്രാമിന് വന്നു എന്ന് മാത്രമല്ല, സ്റ്റേജിലേക്ക് ഒരു പെൺകുട്ടിയെ വിളിച്ച സമയത്ത് കവിത സ്റ്റേജിലേക്ക് കയറി വന്നു. കവിത സ്റ്റേജിൽ മാജിക്കിന് എൻ്റെ ഒരു ഭാഗമായിട്ട്, അതിനകത്തൊരു സഹായിയായിട്ട് സ്റ്റേജിൽ നിന്നു, കാണികൾക്കിടയിലേക്ക് ഇറങ്ങിപ്പോയി. പിന്നീട് അന്നത്തെ ആ ഒരു സഹായി എന്ന് പറയുന്ന ജീവിതത്തിലെ കാലത്തെയും എൻ്റെ ഒരു സഹായിയായിട്ട് കവിത മാറി. കവിത എൻ്റെ ജീവിത സഖിയായി. പക്ഷേ കവിതയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് മാജിക്കിൻ്റെ എൻ്റെ പ്രവർത്തനങ്ങളിലൊന്നും ഇടപെടാതെ ജീവിതത്തിൽ എന്നെ വളരെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രോത്സാഹനങ്ങൾ തരുന്ന, ഒരിക്കലും എൻ്റെ ജാലവിദ്യാരംഗത്ത് മുന്നോട്ടുള്ള യാത്രയ്ക്കിടയിൽ ഒരു പ്രതിബന്ധവും ഇതുവരെ സൃഷ്ടിക്കാത്ത ഏറ്റവും നല്ലൊരു ഭാര്യയാണ് എൻ്റെ ഭാര്യ എന്ന അഭിമാനത്തോടുകൂടി പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. ഞാനും കവിതയും എൻ്റെ മോനും വളരെ സുഖകരമായി സന്തോഷമായിട്ട് എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിക്കാനും എല്ലാ നന്മകളും സന്തോഷിക്കുവാനും അതിനകത്ത് യാതൊരു പ്രതിബന്ധങ്ങളോ പ്രതിസന്ധികളോ ഒന്നുമില്ലാതെ എല്ലാം സുഖകരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കുടുംബാന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് കവിത എപ്പോഴും അന്നും ഇന്നും ഈ കാലം വരെ എന്നെ സഹായിക്കുന്നുണ്ട്. 95 ഞാൻ നേരത്തെ പറഞ്ഞ ഫയർ എസ്കേപ്പ് ആക്ട് എന്ന് പറയുന്ന ജാലവിദ്യ തിരുവനന്തപുരത്ത് അരങ്ങേറുന്നത്. ഒരു മെയ് 10. അന്നത്തേക്ക് ഞാൻ ആ ജാലവിദ്യയുമായിട്ട് അത്രമാത്രം ഇണങ്ങി ചേർന്നിരുന്നു. ആ ജാലവിദ്യ ഗംഭീരമായിട്ട് അവതരിപ്പിക്കണമെന്ന് എൻ്റെ മനസ്സിൽ എഴുതി വച്ചിരുന്നു. ജാലവിദ്യയുടെ ഒരുപാട് പ്രയത്നങ്ങളുണ്ടായിരുന്നു. ഒരുപാട് പരിശീലനങ്ങൾക്കിടയിൽ നിന്നിട്ടുള്ള പൊള്ളലുകൾ, അതിനുശേഷം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുള്ള അവസ്ഥകൾ, മാജിക് അവതരിപ്പിക്കുന്ന സമയത്തുണ്ടാകുന്ന റിസ്കുകൾ എല്ലാം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരുപക്ഷേ കവിത ഒരു പരിധിവരെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ പേടിച്ച ഒരു ഘട്ടം അതായിരുന്നു. കാരണം വിവാഹം കഴിഞ്ഞ് 1 വർഷമേ ആവുന്നുള്ളൂ. പക്ഷേ അപ്പോഴത്തേക്കും ഞാൻ ഫയർ എസ്കേപ്പ് ആക്ട് എന്ന് പറയുന്നൊരു മാജിക് അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറാവുന്നു. വിവാഹം ഇദ്ദേഹത്തെ കഴിച്ചത് അബദ്ധമായോ എന്ന് പോലും കവിത ഒരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടാവാം. എന്തായാലും ആ മാജിക്കിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറായി. തിരുവനന്തപുരത്ത് ആ മാജിക് അവതരിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കപ്പെടുന്നു. പക്ഷേ ആ മാജിക് അവതരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച ഘട്ടത്തിൽ തിരുവനന്തപുരത്ത് എനിക്ക് ചെയ്യേണ്ട ഒരുപാട് സഹായങ്ങളുണ്ടായിരുന്നു. കാരണം തിരുവനന്തപുരം എന്ന് പറയുന്നത് എന്നിൽ നിന്നും ഒരുപാട് അന്യമായിരുന്നു, ഒരുപാട് ദൂരത്തായിരുന്നു തലസ്ഥാന നഗരി. ഞാനുമായിട്ട് അത്രമാത്രം ബന്ധമില്ലാത്തൊരു സ്ഥലമാണ്. തിരുവനന്തപുരത്ത് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചത് TM ജേക്കബ് എന്ന് പറയുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്. ഞാൻ ആദ്യമായിട്ടൊരു മന്ത്രിയെ കാണുന്നത്, മുഖ്യമന്ത്രിയെ ആദ്യം കണ്ടിട്ടൊരു മന്ത്രിയെ കാണുന്നത് ET മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന മന്ത്രിയെയാണ്. ആ മിനിസ്റ്ററാണ് എന്നെ TM ജേക്കബ് എന്ന് പറയുന്ന മന്ത്രിയെ പരിചയപ്പെടുത്തിയത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, TM ജേക്കബ് എന്ന മന്ത്രിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. TM ജേക്കബ് മാജിക്കിന് അത്രമാത്രം സ്നേഹിക്കുന്ന, ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു മന്ത്രിയാണ്. അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹം സഹായിക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കൊരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. 2 വർഷമായി ഞാൻ നിരന്തരം പരിശീലിച്ചൊരു മാജിക് എൻ്റെ കയ്യിലുണ്ട്, ഫയർ എസ്കേപ്പ് ആക്ട്. ഹാരി ഹുദിനി എന്ന് പറയുന്ന മാന്ത്രിയെ ന്യൂയോർക്കിൽ അവതരിപ്പിച്ച, ഒരു തവണ മാത്രം അവതരിപ്പിച്ച അപകട സാധ്യതയേറിയ ഒരു ജാലവിദ്യ. എന്നോട് മിനിസ്റ്റർ ചോദിച്ച ഒരൊറ്റ ചോദ്യം, അപകടം പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സർ 100% ഒരു പേടിയും പേടിക്കേണ്ട, അപകടം പറ്റില്ല. ഞാനത് ഗംഭീരമായിട്ട് ഞാൻ അവതരിപ്പിക്കും. അതെനിക്ക് ഉറച്ച വിശ്വാസം വന്നതിന് ശേഷമാണ് ഞാൻ മിനിസ്റ്ററുടെ അടുത്തേക്ക് വന്നത്. അങ്ങനെ TM ജേക്കബ് എന്ന് പറയുന്ന മന്ത്രിയുടെ താല്പര്യപ്രകാരം തിരുവനന്തപുരത്ത് ഫയർ എസ്കേപ്പ് ആക്ട് നടത്താൻ വേണ്ടി പുത്തരിക്കണ്ടം മൈതാനം മന്ത്രി തന്നെ അറേഞ്ച് ചെയ്തിരുന്നു. പുത്തരിക്കണ്ടം മൈതാനത്ത് ആ ജാലവിദ്യാ പരിപാടി നടക്കുമ്പോൾ വളരെ പ്രശസ്തരായിട്ടുള്ള അന്നത്തെ മന്ത്രി പന്തളം സുധാകരനുണ്ട്, TM ജേക്കബ് മിനിസ്റ്ററുണ്ട്. മലയാറ്റൂർ സാറ് അന്ന് പ്രോഗ്രാമിന് വന്നില്ല. കാരണം മലയാറ്റൂർ സാറിന് എന്നോടുള്ള ഇഷ്ടത്തിൻ്റെ പേരിൽ അദ്ദേഹം പ്രോഗ്രാമിന് വരുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അനുഗ്രഹിച്ച് വിടുകയാണ് ചെയ്തത്. അപ്പോഴത്തേക്ക് മലയാറ്റൂർ സാറുമായിട്ട് ഞാൻ മാനസികമായിട്ട് വല്ലാതെ അടുത്തിട്ടുണ്ടായിരുന്നു. ഈ മലയാറ്റൂർ സാറുമായിട്ട് അടുക്കാനുള്ള ഒരു സംഭവത്തെക്കുറിച്ചിട്ട് പിന്നീട് ഒന്നുകൂടി പറയാം. എന്തായാലും ഫയർ എസ്കേപ്പ് ആക്ട് എന്ന് പറയുന്ന ജാലവിദ്യ തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് ഗംഭീരമായിട്ട് ഒരു മെയ് 10 1995 മെയ് 10 ഞാൻ അവതരിപ്പിക്കുകയാണ്. ആ ജാലവിദ്യ ആദ്യമായിട്ട് കേരളം കാണുന്ന, ഇന്ത്യ കാണുന്ന ഫയർ എസ്കേപ്പ് ആക്ട് എന്ന് പറയുന്ന ജാലവിദ്യ. അതുകൊണ്ട് തന്നെ പത്രങ്ങളിൽ ഗംഭീരമായിട്ടുള്ള കവറേജാണ് പിറ്റേ ദിവസം എനിക്ക് കിട്ടിയത്. അന്ന് ഒരു പ്രൈവറ്റ് ചാനൽ ഏഷ്യാനെറ്റാണ്. ഏഷ്യാനെറ്റ് ചാനലിൽ ഇന്ന് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സുരേഷ് പട്ടാഴി എന്ന് പറയുന്ന ആൾ വന്നിട്ടാണ് ഈ പരിപാടി ഷൂട്ട് ചെയ്തത്. അദ്ദേഹം ഷൂട്ട് ചെയ്ത ആ പ്രോഗ്രാം, ശ്രീകുമാർ എന്ന് പറയുന്ന ക്യാമറാമാനാണ് അത് ഷൂട്ട് ചെയ്തത്. ആ ഷൂട്ട് ചെയ്തിട്ട് ആ പ്രോഗ്രാം നിരന്തരം വന്ന ഏഷ്യാനെറ്റിൽ സ്ഥിരമായിട്ട് ആ പ്രോഗ്രാം ഫയർ എസ്കേപ്പ് ആക്ട് എന്ന് പറയുന്ന മാജിക് ഞാൻ അവതരിപ്പിക്കുന്നത് ടെലികാസ്റ്റ് ചെയ്തിരുന്നു. ഇത് മാജിക്കിൻ്റെ രംഗത്തേക്ക് എനിക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു പടമാണ്, വലിയൊരു സംഭവമാണ്. ഇങ്ങനെ മാന്ത്രിക യാത്രക്കിടയിൽ ഉണ്ടാകുന്ന ചെറിയ ചില ഘട്ടങ്ങൾ പലപ്പോഴും നമുക്കൊരു സ്റ്റെപ്പായിട്ട് മാറാറുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഓർക്കുന്നത് സതീഷ് ബാബു പയ്യന്നൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി, ബാലജനസഖ്യത്തിലൂടെ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടതാണ്.
സതീഷ് ബാബു പയ്യന്നൂർ അന്ന് തിരുവനന്തപുരത്തേക്ക് ചേക്കേറി. പയ്യന്നൂരുകാരനായ സതീഷ് ബാബു എഴുത്തുകാരൻ തിരുവനന്തപുരത്തേക്ക് വന്ന് ഇവിടെ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്തിരുന്നു. ബാബുവേട്ടനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ ബാബുവേട്ടനും ഞാനും കൂടി ചേർന്ന് ദൂരദർശനിൽ ഒരു പ്രോഗ്രാം നടത്താൻ വേണ്ടി തീരുമാനിക്കപ്പെടുന്നു. മാസ്മരം അതായിരുന്നു ആ പരിപാടിയുടെ പേര്. ഈ മാസ്മരം പരിപാടി ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് അന്ന് ദൂരദർശൻ്റെ ഡയറക്ടറായിരുന്ന കുഞ്ഞികൃഷ്ണൻ സാറിനെ പരിചയപ്പെട്ട ഒരു രസകരമായിട്ടുള്ള സംഭവം കൂടി എനിക്കുണ്ട്. കുഞ്ഞികൃഷ്ണൻ സാറിനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഞാനിവിടുന്ന് തിരുവനന്തപുരത്ത് ഒരു ഓട്ടോറിക്ഷ എടുത്ത് നേരിട്ട് കൊടപ്പനക്കുന്നിലേക്ക് പോകുന്നു. കൊടപ്പനക്കുന്നിൽ പോയി കഴിഞ്ഞ ശേഷം സെക്യൂരിറ്റിയോട് ഞാൻ പറയുന്നത് എനിക്ക് ഡയറക്ടറെ കാണണം. എന്തുകൊണ്ടോ അദ്ദേഹം പ്രത്യേക കാര്യങ്ങളൊന്നും പറയാതെ എന്നെ ഡയറക്ടർ മുറിയിലേക്ക് വിടുന്നു. ഡയറക്ടറുടെ PAയുടെ റൂമിനെ ഞാൻ ശ്രദ്ധിക്കാതെ ഞാൻ നേരെ കുഞ്ഞികൃഷ്ണൻ സാറിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ കുഞ്ഞികൃഷ്ണൻ സാർ എന്നോട് ചോദിച്ചു, ആരാണ്? ഞാൻ പറഞ്ഞു, ഗോപി എന്നാണ് എൻ്റെ പേര്, ഗോപിനാഥ് എന്നാണ് എൻ്റെ പേര്. ഗോപിനാഥ് മുതുകാട് എന്നാണ് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലാണ് എൻ്റെ വീട്. എനിക്ക് ടെലിവിഷനിലൂടെ ഒരു മാജിക് ഷോ അവതരിപ്പിക്കണം സാർ എന്ന് ഞാൻ പറഞ്ഞു. ഇദ്ദേഹം ഉടനെ തന്നെ എന്നോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ PAയെ കണ്ടിട്ടാണോ വന്നത്? ഞാൻ പറഞ്ഞു, അല്ല, അങ്ങനെയൊക്കെ കുറച്ച് ചടങ്ങുകളൊക്കെ ഇവിടെയുണ്ട്. ആദ്യം ഒരു പൈലറ്റ് എപ്പിസോഡ് ഷൂട്ട് ചെയ്ത് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ. ഞാനവിടെ ചെന്ന് നിലമ്പൂരിലുള്ള ലിയാക്കത്ത് എന്ന് പറയുന്ന ഒരാളെ കൊണ്ട്, കല്യാണമൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ഒരാളെ കൊണ്ട് സാധാരണ ഒരു വീഡിയോ കാസറ്റിനകത്ത് കുറേ ഞാൻ അവതരിപ്പിക്കുന്ന മാജിക്കിൻ്റെ പോർഷൻസ് എല്ലാം ഷൂട്ട് ചെയ്ത് വീണ്ടും കുഞ്ഞികൃഷ്ണൻ സാറിൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കുകയാണ്. ഈ സാധാരണ ഈ VHS കാസറ്റ് കണ്ട സമയത്ത് അദ്ദേഹം തിരിച്ചു മറിച്ച് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ മോനെ ഇതിലൊന്നും അല്ല ഷൂട്ട് ചെയ്ത് കൊണ്ടുവരുന്നത്, യുമാറ്റിക് കാസറ്റ് എന്ന് പറയുന്നൊരു സാധനം കിട്ടും, അന്ന് യുമാറ്റിക് കാസറ്റാണ്, അതിനകത്ത് മനോഹരമായിട്ട് ഷൂട്ട് ചെയ്ത് കാണിക്കേണ്ടതാണ് പൈലറ്റ്, എന്തായാലും സാധനം ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് സൂക്ഷിക്കുന്നു. അങ്ങനെയാണ് ദൂരദർശനിൽ പരിപാടി നടത്താൻ വേണ്ടിയിട്ടുള്ള ഭാഗ്യം ഉണ്ടാവുന്നത്. ആ മാസ്മരം എന്ന് പറയുന്ന പരിപാടി ആ കാലത്ത് വളരെ ഹിറ്റായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. ഇങ്ങനെ മാജിക്കിൻ്റെ രംഗത്തേക്കുള്ള ഓരോ പടവുകൾ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. TM ജേക്കബ് എന്ന് പറയുന്ന മിനിസ്റ്ററുമായിട്ടുള്ള ബന്ധം, അതുപോലെ തന്നെ പന്തളം സുധാകരൻ എന്ന് പറയുന്ന മന്ത്രിയുമായിട്ടുള്ള ബന്ധം. ഫയർ എസ്കേപ്പ് ആക്ട് എന്ന് പറയുന്ന അപകടം പിടിച്ച ജാലവിദ്യ തിരുവനന്തപുരത്ത് അരങ്ങേറിയതിൻ്റെ ഒരുപാട് പശ്ചാത്തലം എനിക്ക് ഓർക്കാനുണ്ട്. പ്രത്യേകിച്ച് അത്തരമൊരു ജാലവിദ്യ അവതരിപ്പിക്കണമെങ്കിൽ ഇതിൻ്റെ പെർമിഷൻ്റെ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം തീയിലേക്കാണ് എടുത്ത് ചാടുന്നത്. മറ്റൊന്ന് ക്രെയിനിൽ വേണം ഒരു 40 അടി മാന്ത്രികനെ മേലോട്ട് ആകാശത്തിലേക്ക് പൊക്കിയെടുക്കാൻ. അന്ന് തിരുവനന്തപുരത്ത് അത്രമാത്രം ക്രെയിനൊന്നുമില്ല. ആകെ ഉള്ളത് പോർട്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലൊരു ക്രെയിനുണ്ട്. ഞാൻ ഓർക്കുന്ന രസകരമായിട്ടുള്ളൊരു സംഭവം, അന്ന് MV രാഘവൻ ആണ്, അദ്ദേഹമാണ് പോർട്ടിൻ്റെ മിനിസ്റ്റർ, തുറമുഖ വകുപ്പിൻ്റെ മന്ത്രി. അപ്പോൾ ഞാൻ ഈ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞ ശേഷം ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് കയറി ചെന്നിട്ട് പറഞ്ഞു, സർ എനിക്കൊരു ക്രെയിൻ വേണം. അപ്പോൾ ചോദിച്ചു എന്തിനാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഫയർ എസ്കേപ്പ് ആക്ട് ചെയ്യുന്ന ഒരു മാജിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിന് വേണ്ടിയിട്ടാണ് ക്രെയിൻ. കുറച്ച് സമയം അദ്ദേഹം രൂക്ഷമായിട്ട് തന്നെ അങ്ങനെ നോക്കിയിട്ട് അദ്ദേഹം ചോദിച്ചു, അനക്കെ കളിക്കാനാണ് ഗവൺമെൻറ്റിൻ്റെ ക്രെയിൻ എന്നൊരു ചോദ്യം ചോദിച്ചു. ഞാനവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. പിന്നീട് TM ജേക്കബിനോട് പറഞ്ഞിട്ടാണ് പിന്നെ ക്രെയിൻ സംഘടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സർക്കാർ സംവിധാനങ്ങളെ, ഫയർഫോഴ്സ് എന്ന് പറയുന്ന സംവിധാനമൊക്കെ അവിടെ എത്തിക്കുക എന്ന് പറയുന്നത് ഗവൺമെൻറ് അധികാരികളുടെ അനുവാദമില്ലാതെ നടക്കില്ല. അതുകൊണ്ട് പക്ഷേ ആ കാര്യങ്ങളിലൊക്കെ ഈ മന്ത്രിയായിരുന്ന TM ജേക്കബ് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം, ഈ ഫയർ എസ്കേപ്പ് ആക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം ഹാൻഡ് കഫ് വെക്കണം, കയ്യിൽ വിലങ്ങിട്ട് പൂട്ടണം. പക്ഷേ ഒരൊറ്റ പോലീസുകാരൻ പോലും തയ്യാറാവുന്നില്ല. കാരണം അവരെല്ലാം വിചാരിക്കുന്നത് ഈ ഹാൻഡ് കഫ് വെച്ച് കഴിഞ്ഞ് ഇതിനകത്ത് തീയിലേക്ക് ചാടി മരിച്ചു പോയി കഴിഞ്ഞാൽ ഇവരായിരിക്കും പ്രതി. അതുകൊണ്ട് ഒരൊറ്റ ആൾ തയ്യാറാവുന്നില്ല. അങ്ങനെ അവിടുന്ന് എനിക്ക് തോന്നുന്നത് ഈ സ്പോട്ടിലെ ഒരു SIയെ കൊണ്ട് TM ജേക്കബ് അവിടുന്ന് നിർബന്ധമായിട്ട് വിളിച്ച് കൈ ലോക്ക് ചെയ്യിപ്പിച്ചിട്ടാണ് ഞാൻ തീയിലേക്ക് പോകുന്നത്. പക്ഷേ ജാലവിദ്യ അതിഗംഭീരമായിരുന്നു. കാരണം മന്ത്രിമാരും ഒക്കെ ഇരിക്കുന്ന സമയത്ത് ശരീരം മുഴുവൻ ചങ്ങല കൊണ്ട് വരിഞ്ഞു കെട്ടി ഒരു 40 അടി ഹൈറ്റിലേക്ക് ഒരു പുതിയ ക്രെയിൻ, രജിസ്ട്രേഷൻ നമ്പർ പോലും ഇല്ലാത്ത ഒരു ക്രെയിൻ. ആ ഡ്രൈവർ പറയുമായിരുന്നു, സർ ഞാൻ ആ മാജിക് കഴിഞ്ഞ സമയത്ത് എൻ്റെ നെഞ്ചിങ്ങനെ പിടക്കിയായിരുന്നു എന്നുള്ളത്. കാരണം അതൊരു എന്തെങ്കിലും കാരണവശാൽ ഇത് ഒരു തിരിച്ചൊരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ചിത്രം ഇതാവില്ല. ഹൈറ്റിലേക്ക് കൊണ്ടുപോകുന്നു, തീയിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. ഞാൻ 1 മിനിറ്റ് കൊണ്ട് എൻ്റെ ചങ്ങലയും അതുപോലെ തന്നെ പൂട്ടുകളും വളരെ ഫാസ്റ്റായി അഴിച്ച് പുറത്തേക്ക് ചാടുന്ന ഒരു അവസ്ഥ. അത് മറക്കാനാവാത്തൊരു നിമിഷമാണ്. കാരണം കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഒരു റിസൾട്ട് ഒരു നിമിഷം കൊണ്ട് നമുക്ക് കിട്ടുന്ന സമയത്തുണ്ടാവുന്ന മനസ്സിൻ്റെ അനുഭൂതി എന്ന് പറയുന്നത് അപാരമാണ്. അതുകൊണ്ട് തന്നെ അതിന് പിറ്റേ ദിവസം ആ രീതിയിൽ തന്നെ ഒരു കവറേജ് പത്രങ്ങളെല്ലാം ഗംഭീരമായിട്ട് കൊടുത്തു. രാഷ്ട്രദീപിക എന്ന് പറയുന്നൊരു പത്രം അതിൻ്റെ ഒരു പേജ് മുഴുവൻ അതിൻ്റെ വിവിധ ചിത്രങ്ങളെ കൊണ്ട് നിറച്ചിട്ട് ഒരു ന്യൂസ് കൊടുത്തതും എനിക്ക് ഓർമ്മയുണ്ട്.
അന്നത്തെ ആ ഒരു സഹായത്തിൻ്റെ പേരിൽ തന്നെ കേരളക്കരയിൽ മുഴുവൻ ഈ ഒരു ജാലവിദ്യയെക്കുറിച്ചൊരു വലിയ ചർച്ചയാവാൻ വേണ്ടിയിട്ടുള്ള സാധ്യത എനിക്കുണ്ടായി. ഇതൊക്കെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഓരോ സുന്ദരമായിട്ടുള്ള സുരഭിലമായിട്ടുള്ള നിമിഷങ്ങളാണ്. ജാലവിദ്യ യാത്രയുമായുള്ള തിരുവനന്തപുരത്തേക്കുള്ള സ്ഥിരമായിട്ടുള്ള വരവും ഫയർ എസ്കേപ്പ് ആക്ടിൻ്റെ വിജയമൊക്കെ ആയപ്പോൾ ഞാൻ മലയാറ്റൂർ സാറുമായിട്ട് കൂടുതലെടുത്തു. മലയാറ്റൂർ സാറിൻ്റെ ജീവിതത്തിൽ പരിചയപ്പെട്ടതാണ് എൻ്റെ ജാലവിദ്യ രംഗത്തുള്ള യാത്രയെ ഒരു വഴിതിരിച്ചു വിടാനുള്ള പ്രധാനപ്പെട്ട ഒരു ഹേതു. മലയാറ്റൂർ സാറിനെ ഞാൻ പരിചയപ്പെടുന്നതിൻ്റെ രസവുമുണ്ട് പറയാൻ. ഞാൻ പറഞ്ഞല്ലോ, ആ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഞാൻ പരിചയപ്പെടാൻ ആഗ്രഹിച്ചിരുന്ന എഴുത്തുകാരെയാണ്. കാരണം ഇന്നും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എഴുത്തുകാരെയാണ്. MT, ONV സാറ്, ചെമ്മനം ചാക്കോ, ഇങ്ങനെയുള്ള സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഒരുപാട് എനിക്കിഷ്ടമാണ്. കാരണം ഞാൻ തുറന്നു പറയാം, ഞാനൊരു ജാലവിദ്യ അവതരിപ്പിക്കുന്ന സമയത്ത് എൻ്റെ കഴിവ് മാത്രമല്ല, എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സഹായികളുടെ കഴിവാണത്. പക്ഷേ ഒരു എഴുത്തുകാരൻ എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ ഉദിക്കുന്ന ഒരാശയം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നും പേനത്തുമ്പിലൂടെ പടർന്ന് ഒരു പേപ്പറിലേക്ക് മാറുമ്പോഴാണ് അതൊരു സാഹിത്യ സൃഷ്ടിയായിട്ട് മാറുന്നത്. MT അദ്ദേഹത്തിന് ജ്ഞാനപീഠം അവാർഡ് കിട്ടിയ സമയത്ത് അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, എഴുത്തുകാരുപയോഗിക്കുന്ന വാക്കുകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, പക്ഷേ ആ വാക്കുകളെ ഒരു പ്രത്യേക രീതിയിൽ അടുക്കി വയ്ക്കുമ്പോൾ അവിടെ ഇന്ദ്രജാലം ഉണ്ടാവുന്നു. നമുക്കൊന്നും അറിയാത്ത ഇന്ദ്രജാലമാണത്. അതാണ് ഒരു സാഹിത്യകാരൻ്റെ ഏറ്റവും വലിയ സൃഷ്ടി എന്ന് പറയുന്നത്. ഒരു സാഹിത്യകാരൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ അത് പറയുമ്പോൾ, ONV സാർ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ അത് ചേർത്ത് വയ്ക്കുന്ന സമയത്ത് അതൊരു കവിത, മനോഹരമായിട്ടുള്ള ഒരു കവിതയായിട്ട് മാറുന്നു. അതാണ് അതിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ കാലങ്ങളിൽ എഴുത്തുകാരെ തിരുവനന്തപുരത്തേക്കുള്ള ഓരോ യാത്രക്കിടയിലും, ഓരോ പ്രോഗ്രാമിന് വരുമ്പോഴും, അതുപോലെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്ന സമയത്തൊക്കെ തന്നെ ഞാൻ ഓരോ എഴുത്തുകാരെ പരിചയപ്പെടുക എന്ന് പറയുന്നൊരു നിഷ്ഠയാക്കി വെച്ചിരുന്നു. അങ്ങനെയാണ് ഒരു ദിവസം ചെമ്മനം ചാക്കോ സാറിൻ്റെ വീട്ടിൽ ഞാൻ ഇരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ വരുന്നു. ചെമ്മനം ചാക്കോ സാർ എടുത്തതിന് ശേഷം ഫോണിൽ കുറേ നേരം സംസാരിച്ചിട്ട് ഫോൺ അവിടെ വെക്കുകയാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, മലയാറ്റൂരാണ് എന്ന് പറഞ്ഞു കാഷ്വലായിട്ട്. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ വല്ലാത്തൊരാഗ്രഹം. കാരണം യക്ഷി, ആറാം വിരൽ എല്ലാം മാന്ത്രികമായിട്ടുള്ള സൃഷ്ടിയാണ്. എല്ലാത്തിനുമകത്തൊരു മാജിക് ഉണ്ട്. ആറാം വിരൽ എന്ന് പറയുന്ന നോവലിനകത്തുള്ള മാജിക്ക്, അതുപോലെ തന്നെ യക്ഷിക്കകത്തുള്ള മാജിക്ക്, എല്ലാത്തിനകത്തും ഒരു വേരുകൾ, അതുപോലെ തന്നെ അങ്ങനെ അന്ന് വായനയുടെ ലോകമായിരുന്നു. അപ്പോൾ അതിനകത്ത് മുഴുവൻ ഞാൻ വായിച്ചെടുക്കുന്ന ഒരു വിസ്മയകരമായിട്ടുള്ള ഒരു മാജിക്കൽ റിയലിസമുള്ള പുസ്തകങ്ങളാണ്. അതുകൊണ്ട് തന്നെ മലയാറ്റൂർ സാറിനെ പരിചയപ്പെടാൻ എൻ്റെ വലിയ സ്വപ്നമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, അദ്ദേഹം ഇവിടെയാണോ, തിരുവനന്തപുരത്താണോ, മലയാറ്റൂരല്ലേ എന്ന് ചോദിച്ചു. അല്ല, ഇവിടെയാണ്. ഞാൻ പറഞ്ഞു, സാർ എനിക്കൊന്ന് പരിചയപ്പെടണം. അപ്പോൾ ചെമ്മനം ചാക്കോ സാറും പറഞ്ഞു, ഗോപി പരിചയപ്പെടേണ്ടത് മലയാറ്റൂരിനെയാണ്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാൻ, ഞാൻ മലയാറ്റൂരിനെ വിളിച്ച് പറയാം, അവിടെ പോകും, പരിചയപ്പെടും. ചെമ്മനം ചാക്കോ സാർ അപ്പം തന്നെ വിളിച്ച് പറയുന്നു, ഞാൻ നേരെ മലയാറ്റൂർ സാറിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, വൈദേഹി എന്ന് പറയുന്ന വീട്. ആ വീടിൻ്റെ ഗേറ്റ് ഞാൻ തള്ളി തുറക്കുന്ന സമയത്ത് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു, ഏറ്റവും ഫ്രണ്ടിലുള്ള റൂമിനകത്ത് ജനൽ തുറന്നിട്ട് സുന്ദരനായിട്ടുള്ള മലയാറ്റൂർ സാർ അകത്തിരിക്കുന്നുണ്ട്. സുമുഖനാണ് മലയാറ്റൂർ സാറ്. മലയാറ്റൂർ സാറ് ആ ജനലിലൂടെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് നോക്കി ഇരുന്നു. ഞാൻ ഉമ്മറത്തേക്ക് ചെന്നു. പേടിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. കാരണം എൻ്റെ മനസ്സിൽ എന്തുകൊണ്ടോ മലയാറ്റൂർ സാറിനുമായിട്ട് അടുക്കാനൊരു വല്ലാത്ത ഭയമുണ്ടായിരുന്നു. IAS വലിച്ചെറിഞ്ഞൊരു ധിഷണാശാലിയാണ്. അതിലപ്പുറം അയ്യർ ദി ഗ്രേറ്റ് എന്ന് പറയുന്ന സിനിമ അന്ന് വളരെ ഹിറ്റായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ ഒരു നമുക്കൊന്നും പിടികിട്ടാത്ത എന്തോ മനസ്സിൻ്റെ ഒരു ആറാമിന്ദ്രിയം ഒക്കെ പ്രവർത്തിക്കുന്ന രീതിയിലൊരു വല്ലാത്ത എഴുത്ത് നമുക്ക് മലയാളത്തിന് സംഭാവന ചെയ്ത മഹാനായിട്ടുള്ള എഴുത്തുകാരനാണ്. എങ്ങനെ മലയാറ്റൂർ സാറിനെ കാണും, മലയാറ്റൂർ സാർ എൻ്റെ കണ്ണിലേക്ക് നോക്കിക്കഴിഞ്ഞ് എന്നെ വായിച്ചെടുക്കുമോ എന്നുള്ള ഭയമൊക്കെ എനിക്കുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന സമയത്ത് എന്നോട് ചോദിച്ചു, മുതുകാടല്ലേ, കടന്നു വരാം. ആ ഒരു കനത്ത ശബ്ദത്തിലാണ് ഞാൻ പോയി അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നു. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. എൻ്റെ ഗുരുനാഥൻ വാഴക്കുന്ന് നമ്പൂതിരിയെക്കുറിച്ച് സംസാരിച്ചു. അദ്ദേഹം സബ് കളക്ടറായിട്ട് ഒറ്റപ്പാലത്തിരിക്കുന്ന സമയത്ത് വാഴക്കുന്നും അവിടെ വന്ന് ജാലവിദ്യ കാണിച്ച കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു. അങ്ങനെ ഒരുപാട് ജാലവിദ്യയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മാനസികമായിട്ടുള്ള അടുപ്പങ്ങളെപ്പറ്റി പറഞ്ഞു. അതിനുശേഷം എന്നോട് പറഞ്ഞു, ഇവിടുന്ന് വല്ലതും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചെയ്യാം. അങ്ങനെ അദ്ദേഹം അടുത്തുള്ള വീട്ടിലെ കുറേ കുട്ടികളെയൊക്കെ വിളിച്ചു കൂട്ടി. അദ്ദേഹത്തിൻ്റെ പത്നിയെ, അവരന്ന് കിടപ്പിലായിരുന്നു, അവരെ കൊണ്ടുവന്ന് ഉമ്മറത്തിരുത്തി ഞാൻ അവിടുന്ന് മാജിക്കുകൾ കാണിച്ചു, കുറച്ച് മാജിക്കുകൾ.
ആ ജാലവിദ്യ കാണിച്ച് ഞാൻ 2 ദിവസം കൂടി തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി 2 ദിവസം കൂടി തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ഞാൻ നിലമ്പൂരിൽ എൻ്റെ വീട്ടിലെത്തുന്ന സമയത്ത് അവിടെ ഒരു പോസ്റ്റ് കാർഡുണ്ട്. ആ പോസ്റ്റ് കാർഡിന് അത് എഴുതിയിരുന്നു, പ്രിയപ്പെട്ട ഗോപി, കത്രികയും കടലാസും കൊണ്ട് കാണിച്ച മാജിക്ക് എന്നെ വല്ലാതെ വിസ്മയപ്പെടുത്തി. ഇനിയും വരുമ്പോൾ ഈ വഴി എൻ്റെ വീട്ടിൽ വരണം, സ്വന്തം മലയാറ്റൂർ. ഇങ്ങനെയാണ് ഒരു ബ്ലാക്ക് എഴുത്ത്. അതുപോലെ തന്നെ അതിനകത്തൊരു കാർട്ടൂൺ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഇരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞാനിങ്ങനെ കത്രിക പിടിച്ച് നിൽക്കുന്ന ഒരു കാർട്ടൂൺ ചിത്രവും കാർട്ടിനകത്ത് വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടാമത് വന്ന സമയത്തും അദ്ദേഹത്തെ വിളിച്ച് ഞാൻ പോയി. പക്ഷേ ആ വിളിയും ചെല്ലലും എല്ലാം കൂടി വല്ലാത്തൊരു ബന്ധമായി. ഒരു അച്ഛന് മകനോടുള്ള വാത്സല്യമായിരുന്നു അദ്ദേഹത്തിന് എന്നോട്, വല്ലാത്ത ബന്ധമായി. ആ ബന്ധത്തിൻ്റെ പേരിൽ തന്നെ അദ്ദേഹവുമായിട്ട് പല കാര്യങ്ങൾ ഷെയർ ചെയ്യുവാൻ വേണ്ടിയിട്ടും മാജിക്കിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഉപദേശിക്കുമായിരുന്നു. അതിനിടയ്ക്കാണ് അദ്ദേഹം ഒരു ആശയം എൻ്റെ മുന്നിൽ വെച്ചത്, ദി അക്കാഡമി ഓഫ് മാജിക്കൽ സയൻസസ്, മാജിക് അക്കാദമി എന്ന് പറയുന്ന ഒരു സ്വപ്നം. അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ ഉദിച്ച ആശയമാണ്. എൻ്റെ ബുദ്ധിക്ക് ഒരു പക്ഷേ ഒരിക്കലും ഉദിക്കാൻ സാധിക്കാത്തൊരാശയമാണ്. ഒരു IAS-കാരൻ്റെ ബുദ്ധിയിൽ ഉദിച്ച ആ ആശയം എന്നിലൂടെ അദ്ദേഹം നടപ്പിലാക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. എന്നോട് പറഞ്ഞു, ഗോപി ഒരു കാര്യം ചെയ്യും, നിലമ്പൂരിൽ നിന്ന് വിട്ടുപോര്, അവിടെയൊന്നും ജീവിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. തലസ്ഥാന നഗരിയിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം ഇവിടെ കുറച്ച് സ്ഥലമൊക്കെ എടുത്ത് അവിടെ ഒരു മാജിക് അക്കാഡമി ആരംഭിക്കുക. ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് അത് നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ട് മാജിക്കിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ട് നമുക്കതിനെ പടുത്തുയർത്താം. മാജിക്കിലൂടെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പടപൊരുതാൻ വേണ്ടിയിട്ട് മാജിക് അക്കാദമിയെ നമുക്ക് ഭാഗമാക്കാം. സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോടുകൂടി സമൂഹത്തിന് വേണ്ടിയിട്ട് നന്മ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാജിക് അക്കാദമിയെ നമുക്ക് ആയുധമാക്കാം. മാജിക് അക്കാദമിയിൽ ഒരുപാട് ലൈബ്രറി, നമുക്ക് ഒരുപാട് ബുക്സിൻ്റെ കളക്ഷൻ വേണം. അതിലൂടെ ഒരുപാട് ജാലവിദ്യക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരണം. മാജിക്കിനോട് അത്രമാത്രം താല്പര്യമുള്ള ആളുകളെ ജാലവിദ്യ പഠിപ്പിക്കണം. ഇങ്ങനെ ഒരുപാട് ആശയങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ ഇതൊക്കെ എനിക്ക് പറ്റുമോ, ഞാൻ നടത്തിത്തരാമെന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ അതിൻ്റെ ഒരു ബൈലോ തയ്യാറാക്കി ഒരു MOU ഉണ്ടാക്കി. അതിനുശേഷം BG ഗോവിന്ദൻ നായർ എന്ന് പറയുന്ന പ്രഗത്ഭനായിട്ടുള്ള ഒരു വക്കീലിനെ കൊണ്ട്, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല, അദ്ദേഹത്തെ കൊണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം എഴുതിപ്പിച്ച് ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് മാജിക് അക്കാദമിയെ രജിസ്റ്റർ ചെയ്തു. അദ്ദേഹം അതിൻ്റെ രക്ഷാധികാരിയായിട്ടും ഞാനതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടും മാറി. മാജിക് അക്കാദമി എന്ന് പറയുന്നൊരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയായിരുന്നു. അങ്ങനെ പൂജപ്പുരയിലേക്ക് ഞാൻ ചേക്കേറി. നിലമ്പൂരിൽ നിന്നും പൂജപ്പുരയിലേക്കുള്ള യാത്ര. അച്ഛനില്ലാത്ത വീട്, ആ വീട്ടിൽ നിന്നും അച്ഛനോട് യാത്ര പറയാൻ അച്ഛനില്ല. ഞാൻ അവിടെ നിന്ന് പോന്നു.